السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഈ സമയം അല്ലാഹുവെ അറിയുവാനും അവൻ്റെ നാമങ്ങൾ പഠിക്കുവാനുമാണ് ഒത്തൊരുമിച്ച് കൂടുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ അതിമഹനീയമായ നാമങ്ങളിൽ അൽ കരീം എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിശുദ്ധ ഖുർആനിലും അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ചര്യകളിലും സ്ഥിരപ്പെട്ടു വന്ന ഒരു നാമമാണ് അൽ കരീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ സ്ഥലങ്ങളിൽ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. തിരുമൊഴികളും ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് എന്താണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്, തേടുന്നത് തുടങ്ങിയുള്ള ഭാഗമാണ് ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അൽ കരീം എന്ന നാമം ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആ നാമത്തിൻ്റെ തേട്ടങ്ങൾ ഉണർത്തിയപ്പോൾ വിവിധ ആശയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളമായി നന്മയും ഔദാര്യവുമുള്ളവൻ, മഹത്തായ സ്ഥാനവും കീർത്തിയുമുള്ളവൻ, പോരായ്മകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് പരിശുദ്ധൻ, പകരമൊന്നും പറ്റാതെ നൽകുന്നവൻ, ചോദിക്കുവാനും ആവശ്യപ്പെടാനും ഒരു ഇടയാളനെയോ മധ്യസ്ഥനെയോ ആവശ്യമില്ലാതെ ഉള്ളവൻ, ആവശ്യക്കാരനാണെങ്കിലും അല്ലെങ്കിലും കനിയുന്നവൻ, ചോദിക്കുന്നവൻ ആരെന്ന് നോക്കാതെ, വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ നോക്കാതെ, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ നോക്കാതെ നൽകുന്നവൻ, നൽകിയത് ആർക്കാണ് എന്ന് പ്രശ്നമാക്കാത്തവൻ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യക്കാരന് നൽകുന്നവൻ തുടങ്ങി ധാരാളം
ആശയങ്ങൾ അൽ കരീം എന്ന നാമത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നാമം ഇത്തരം ആശയങ്ങളെല്ലാം വഹിക്കുന്ന നാമമാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അത് അൽ കരീം എന്ന പദത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അൽ കരീം എന്ന വിശേഷണമുള്ള ചില പടപ്പുകളുണ്ട്, പ്രാപഞ്ചിക സൃഷ്ടികളുണ്ട്. അവക്ക് ആ പേര് വിശേഷണം നൽകാൻ തന്നെ കാരണം ആ വസ്തുക്കളുടെ പ്രത്യേകതയും സവിശേഷതകളുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിന് കേട്ട സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ ആയത്ത്, അതിൽ ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം എന്നാണ്. അൽ കരീമായ അർഷിൻ്റെ റബ്ബാകുന്നു അവൻ, അള്ളാഹു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് അർഷിനെ കരീം എന്ന് വിശേഷിപ്പിച്ചത്? അത് അർഷിൻ്റെ പ്രത്യേകതകളും മേന്മകളും നന്മകളും ഒക്കെ മുഖവിലക്കെടുത്തുകൊണ്ടാണ്. അർഷ് എന്താ? അർഷ് എന്ന് പറഞ്ഞാൽ ഈ ഉലകത്തിൻ്റെ മേൽക്കൂരയാണ്. ഈ ഉലകത്തിൽ ഏറ്റവും വിശിഷ്ടമായ സൃഷ്ടിയാണ് അർഷ്, വിശുദ്ധമാണത്. അതുകൊണ്ടാണ് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണികനായ അള്ളാഹു ആ അർഷിന്മേൽ ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞത്. അർഷ്, അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽ അർഷ് അൽ അദീം, മഹനീയമായ അർഷാണ്. അതേപോലെ ദുൽ അർഷിൽ മജീദ്, അത്യുത്തമമായ മഹത്വമേറിയ അർഷാണ്. ഇങ്ങനെ അർഷിന് അൽ കരീം എന്നല്ലാത്ത വിശേഷണങ്ങളും കാണാൻ സാധിക്കും. കാരണം അർഷ് എന്താ? അർഷ് മഹനീയമാണ്, അതിന് മേന്മകളേറെയാണ്. അതുകൊണ്ടാണ് നീതിമാന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുഖ്സിതീൻ അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ ഫൗഖൽ അർഷ്. നീതിമാന്മാർ പ്രകാശത്തിൻ്റെ മിമ്പറുകളിൽ ആയിരിക്കും. എവിടെ? അർഷിന് മീതെ റഹ്മാനായ അള്ളാഹുവിൻ്റെ വലത് ഭാഗത്ത്. അർഷിൻ്റെ പ്രത്യേകതയാണ്. ഇതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർ, കൂടിയിരിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അവർ അർഷിന് താഴെ അല മനാബിര മിൻ നൂരിൻ, പ്രകാശത്തിൻ്റെ മിമ്പറുകളിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർഷിൻ്റെ തണൽ, അതിൽ പ്രകാശത്തിൻ്റെ ഇരിപ്പിടങ്ങളിൽ, മിമ്പറുകളിൽ ചില അനുഗ്രഹീതരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഷിൻ്റെ തണലേകി ആദരിക്കുന്ന 7 കൂട്ടരെ നമുക്ക് ഹദീസിൽ കാണാം. റുവീന ഹദീസുൻ ഫിസ് സഹീഹൈനി സബ്അത്തുൻ യുദില്ലുഹുമുൽ മൗല ബിഖൈരി ദിലാലി. 7 കൂട്ടർ, അവർക്ക് അല്ലാഹു അർഷിൻ്റെ തണലേകി അവരെ അനുഗ്രഹിക്കുമെന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിലുണ്ട്. അപ്പോൾ അർഷിൻ്റെ തണൽ കൊടുത്ത് അല്ലാഹു ആദരിക്കണം. അർഷ്, അതുമായി ബന്ധപ്പെട്ട മലക്കുകൾ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ലദീന യഹ്മിലൂനൽ അർഷ് വമൻ ഹൗലഹു. അർഷിനെ വഹിക്കുന്ന മലക്കുകളും അർഷിന് ചുറ്റുമുള്ള മലക്കുകളും. എന്താ മലക്കുകളുടെ പ്രത്യേകത? അവർ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്, പാപമോചനത്തിന് വേണ്ടിയിട്ട് തേടുന്നതാണ്. അപ്പോൾ അർഷ്, അതിൻ്റെ ഗുണഗണങ്ങളേറെയാണ്, മേന്മകളേറെയാണ്. അർഷിന് കാലുകളുണ്ട്. അതുകൊണ്ടാണ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മദീനയിലെ മാർക്കറ്റിൽ ഒരു പ്രശ്നം നടന്നു. ഒരു യഹൂദനും ഒരു മുസ്ലിമും തമ്മിൽ മാർക്കറ്റിൽ വാക്കേറ്റുണ്ടായി. വാക്കേറ്റുണ്ടായപ്പോൾ യഹൂദൻ പറഞ്ഞ്, പടപ്പുകളിൽ മൂസായെ ശ്രേഷ്ഠപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം. ഇതൊരു അൻസാരി കേട്ട്, ഒരു മുസ്ലിമായ അൻസാരി കേട്ട്, അയാൾക്ക് തീരെ പിടിച്ചില്ല. അയാൾ ഒരൊറ്റ ഇടിയാ ആ യഹൂദന്.
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമുക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ പടപ്പുകളിൽ അള്ളാഹു പ്രത്യേകം ഏറ്റവും തിരഞ്ഞെടുത്ത മൂസ എന്ന് പറയുകയോ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിനായി തീരെ പറ്റിയില്ല, ഒറ്റയടിയ. അങ്ങനെ യഹൂദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഒരു അൻസാരിയായ മുസ്ലിം ഇടിച്ചിരിക്കുന്നു, ഞാനിത് പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ട ആ മുസ്ലിമിനോട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നബിമാർക്കിടയിൽ ഒരാൾ മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനാണെന്ന് വിധിക്കരുത്. അല്ലെങ്കിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരു റിവായത്തിൽ, മൂസയേക്കാൾ നിങ്ങൾ എന്നെ ശ്രേഷ്ഠപ്പെടുത്തരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാഹളത്തിലൂതുന്ന മലക്ക് കാഹളത്തിലൂതിയാൽ ഞാനടക്കം എല്ലാ പടപ്പുകളും ജീവനറ്റ് വീഴും. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി മലക്ക് കാഹളത്തിലൂതി കഴിഞ്ഞാൽ ആദ്യമായി ഖബർ പിളർന്ന് പുറത്തു വരുന്നത് ഞാനായിരിക്കും, ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ അതാ മൂസ അർശിൻ്റെ തൂണുകളിൽ ഒരു തൂണിൽ പിടിച്ചു നിൽക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് മൂസ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ ഞാൻ ആ സംഭവം കൊണ്ടുവന്ന എന്തിനാ? അർഷിൻ്റെ പ്രത്യേകത പറയാനാണ്. അർഷ് അത് കാലുകളുള്ള ഈ ഉലകത്തിന് മേൽക്കൂരയെന്നോണം വർത്തിക്കുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാൻ്റെ മഹിത സിംഹാസനാണ്. അതിന് മേന്മകളേറെയാണ്, ഗുണങ്ങൾ ഏറെയാണ്, പ്രത്യേകതകളേറെയാണ്. അതുകൊണ്ടാണ് അർഷിനെക്കുറിച്ച് അൽ അർഷിൽ കരീം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ, ഒരു ഉദാഹരണം കൊണ്ടുവന്നത് എന്തിനാ? അൽ കരീം എന്ന പേരിൻ്റെ അല്ലെങ്കിൽ ആ പദത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ധാരാളം നന്മകളുള്ള ഗുണങ്ങളുള്ളതിനൊക്കെ അൽ കരീം എന്ന് പറയും. ഇപ്പം നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, കരീമായ ഒരു റസൂലിൻ്റെ ഖൗലാകുന്നു വിശുദ്ധ ഖുർആൻ. അദ്ദേഹമാണ് ഇത് ഓതിത്തരുന്നത് എന്ന് പറയാണ്. ഇവിടെ സൂറത്ത് അൽ ഹാഖയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ കുവ്വിറത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിൽ റസൂലിൻ കരീം, കരീമായ റസൂൽ എന്ന് പറഞ്ഞത് റസൂലിൻ ബശരിയാണ്, നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സൂറത്തുൽ കുവ്വിറത്തിൽ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് റസൂൽ മലക്കിയാണ്, അത് മലക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് കരീം എന്ന് പറഞ്ഞ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കരീം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ജിബ്രീലിന് ഗുണഗണങ്ങളേറെയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനബിയുടെ ഗുണഗണങ്ങൾ, മേന്മകൾ, പ്രത്യേകതകൾ ധാരാളമാണ്, അവർണ്ണനീയമാണ്, അഗണ്യമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും, ഇന്നഹു ലഖുർആനുൻ കരീം, വിശുദ്ധ ഖുർആൻ കരീമായ ഖുർആനാകുന്നു. എന്താ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത? എന്തിനാ വിശുദ്ധ ഖുർആനെ കരീം എന്ന് പറഞ്ഞത്? വിശുദ്ധ ഖുർആന്റെ മേന്മകൾ, ഗുണങ്ങൾ, ഫലങ്ങൾ അഗണ്യമാണ്, ധാരാളമാണ്. വിശുദ്ധ ഖുർആൻ ഹിദായത്താണ്, സന്മാർഗാണ്. വിശുദ്ധ ഖുർആൻ സത്യാസത്യ വിവേചനമാണ്. വിശുദ്ധ ഖുർആൻ നിത്യചൈതന്യ സന്ദേശമാണ്. വിശുദ്ധ ഖുർആൻ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. വിശുദ്ധ ഖുർആൻ ഇഹത്തിലും പരത്തിലും വെളിച്ചാണ്. അപ്പം വിശുദ്ധ ഖുർആനിന് മേന്മകളും ഗുണങ്ങളും ഏറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കരീം എന്ന് വിശേഷിപ്പിച്ചു. ഒരു വ്യക്തിത്വമുണ്ട്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വ്യക്തിത്വം. ആരാത്? ആരാ അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം? അൽ കരീമിൻ്റെ മകൻ, അൽ കരീമിൻ്റെ മകൻ, അൽ കരീമിൻ്റെ മകൻ, അൽ കരീം എന്ന് പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽ കരീമായ യാക്കൂബ് നബിൻ്റെ മകനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽ കരീമായ ഇസ്ഹാഖ് നബിയുടെ മകനാണ്. ഇസ്ഹാഖ് നബി അൽ കരീമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്. എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അൽ കരീം എന്ന് പറഞ്ഞത്? ഇമാം അബ്ദുർ റഊഫ് അൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു പൗത്രൻ, ആ പൗത്രൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ വാപ്പയും പിന്നെ മൂന്നാമത്തെ വാപ്പയും
നബി ആകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 3 വാപ്പന്മാർ തുടർച്ചയായിട്ട് നബി. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രത്യേകത. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആദമിൻ്റെ സൗന്ദര്യത്തിൻ്റെ പകുതി സൗന്ദര്യം കനിയപ്പെട്ട വ്യക്തിത്വമാണ്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു മേന്മയാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ രാജാവിൻ്റെ ഖിസാനയുടെ സൂക്ഷിപ്പുകാരനും ആ ഖിസാനയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ആളുകൾക്കിടയിൽ വീതിക്കുന്ന നീതിമാനുമാണ്, വിശ്വസ്തനാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് പിന്നീട് ഈജിപ്തിൻ്റെ തന്നെ ഭരണം നോക്കി നടത്തിയിരുന്ന നീതിമാനായ ഭരണാധികാരി. മാത്രമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന മഹാനാണ്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൽക്ക് നൽകി, അധികാരം നൽകി, രാജഭരണം നൽകി ആദരിച്ച വിശിഷ്ടനാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര മേന്മകളുള്ള വ്യക്തിത്വമാണ്, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എത്രയാണ്. അതുകൊണ്ടാണ് അൽ കരീം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചരിത്രത്തിൽ കീർത്തിയും പേരും ഉണ്ടായത്. ഇവിടെ നമ്മൾ എന്താണ് അള്ളാഹുവിൻ്റെ അൽ കരീം എന്നുള്ള നാമം അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. നന്മകൾ, ഗുണങ്ങൾ, പോരിശകൾ, മഹത്വങ്ങൾ, മേന്മകൾ, ഉപകാരങ്ങൾ കൂടുതലുള്ളതിനെയൊക്കെ വിശുദ്ധമായി ശറഇൽ ദീനിൽ അൽ കരീം എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ അൽ കരീം എന്ന് പറയുന്ന നാമം അള്ളാഹുവിന് പറയുമ്പോൾ അത് ഈ വിഷയങ്ങളിലെല്ലാം പൂർണ്ണാർത്ഥത്തിലാണ്. അള്ളാഹു ഏറെ നന്മയുള്ളവനാണ്, നന്മ നിറഞ്ഞവൻ, പുണ്യങ്ങൾ നിറഞ്ഞവൻ, ചോദിക്കാതെ നൽകുന്നവൻ, ആവശ്യക്കാരൻ ചോദിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടത് കനിയുന്നവൻ, വഴിപ്പെട്ടവനെന്നും വഴിപ്പെടാത്തവനെന്നും വ്യത്യാസമില്ലാതെ നൽകുന്നവൻ, ഇടയാളന് വേണ്ട, മധ്യവർത്തിയെ വേണ്ട, നേരിട്ട് ചോദിച്ചാൽ തന്നെ നൽകുന്നവൻ, ചോദിക്കുന്നതിന് മുമ്പ് നൽകുന്നവൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ചോദിച്ചിട്ട് നൽകിയവരെ വാഴ്ത്തി പുകഴ്ത്തി പറയുന്നവൻ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽ കരീം എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചു, അയാൾക്ക് നൽകി. എന്നിട്ട് ചോദിച്ചത് ആർക്കാണോ നൽകിയത് ആ ദാസനെ പുകഴ്ത്തുന്നവനും വാഴ്ത്തുന്നവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിന് പണ്ഡിതന്മാർ പറയുന്ന ഉദാഹരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദാഹരണമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 വർഷ കാലഘട്ടം പരീക്ഷിക്കപ്പെട്ടു, രോഗത്തിനടിപ്പെട്ടു, അദ്ദേഹത്തിന് സ്വത്ത് നഷ്ടമായി, സന്തതികൾ നഷ്ടമായി, ഏറെ വലിയ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് യാചിക്കുന്നത്, ഇന്നി മസ്സനി അദുറു ഫഅൻത അർഹമുർ റാഹിമീൻ, പടച്ചോനെ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ കരുണാവാരിധിയാണ്, അതുകൊണ്ട് നിന്റെ കാരുണ്യം എന്നിൽ കടാക്ഷിക്കണമേ എന്ന ദുആ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസ്തജബ്നാ ലഹു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉത്തരം വേകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതം പോക്കി, രോഗം മാറ്റി. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുടുംബം, ആ കുടുംബത്തെ അള്ളാഹു തിരിച്ചേകി. അതുപോലുള്ള കുടുംബത്തെയും മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടതുപോലുള്ളത് വീണ്ടും അദ്ദേഹത്തിന് നൽകി. റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മളുടെ പക്കൽ നിന്നുള്ള റഹ്മത്ത് എന്നോണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് തേടി, അള്ളാഹു കനിഞ്ഞു. എന്നിട്ട് ആ കനിയപ്പെട്ട ദാസനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തി പുകഴ്ത്തി പറയുന്നത് എന്താ? ഇന്നാ വജദ്നാഹു സാബിറൻ ഫനിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് എന്നാണ്. ഒരു ദാസന് നൽകിയിട്ട് ആ ദാസനെ അള്ളാഹു ദ്രോഹിക്കല്ല, നൽകിയില്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മന്ന് പറയല്ല, എടുത്തു പറയല്ല, പ്രത്യുത ആ ദാസനെ പ്രശംസിക്കുകയാണ്. ഇന്നാ വജദ്നാഹു സാബിറൻ, അയ്യൂബിനെ ക്ഷമാലുവായിട്ട് നാം കണ്ടു, സഹനശീലനായിട്ട് നാം കണ്ടു. നിഅമൽ അബ്ദ്, എത്ര നല്ല ദാസനാകുന്നു അയ്യൂബ്. ഇന്നഹു അവ്വാബ്, മാത്രമല്ല അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഖേദിച്ച് മടങ്ങുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രശംസിക്കുകയാണ്. ഇതാണ് കരീം എന്ന അള്ളാഹുവിന് പേര് പറയുമ്പോൾ ആ പേര് തേടുന്ന, അർത്ഥമാക്കുന്ന ആശയം
അതിലൊന്ന് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ അൽ കരീം എന്നുള്ള പേര് അള്ളാഹുവിന് അർത്ഥമാക്കുന്ന ആശയങ്ങളും തേട്ടങ്ങളാണ്. ഇത് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ എന്തിനാണ് വായിക്കുന്നത്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആളുകൾ അള്ളാഹുവിൽ നിന്ന് ഇച്ഛാഭംഗപ്പെടാൻ പാടില്ല, അള്ളാഹുവെ തൊട്ട് നിരാശനാകാൻ പാടുള്ളതല്ല. ഇത്രമാത്രം അത്യുദാരനായ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ നിരാശപ്പെട്ട് പടപ്പുകളെ ആശ്രയിക്കുന്ന പടപ്പുകളെ കാണാൻ സാധിക്കും. അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിടുക, എന്നിട്ട് പടപ്പുകളിൽ ആശ്രിതരാകുകയാണ്. എന്തിന്? നമ്മൾ കുറേ തെറ്റ് ചെയ്തില്ലേ, നമ്മൾ കുറേ കുറ്റം ചെയ്തില്ലേ, നമ്മൾ എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് പറയും, അള്ളാഹിനെ എങ്ങനെ നമ്മൾ അള്ളാഹിനോട് നേരിട്ട് സമർപ്പിക്കും? അതുകൊണ്ട് നമുക്ക് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, ശുഹദാക്കൾ വേണം, ഔലിയാക്കൾ വേണം, അമ്പിയാക്കൾ വേണം, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അള്ളാഹുവിലേക്ക് സമർപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് അകലുന്ന, തെറ്റുകളിൽ ചെന്ന് ചാടുന്ന മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരുകൾ മനസ്സിലാക്കുന്നതിൽ, അതിൻ്റെ ആശയങ്ങൾ തേട്ടങ്ങൾ ഗ്രഹിക്കുന്നതിൽ പല മുസ്ലിമീങ്ങൾക്കും തികഞ്ഞ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇവിടെ കരീം എന്നുള്ള പേര് നമ്മൾ വായിക്കുമ്പോൾ അതിന് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നൽകുന്നവൻ, മുസ്ലിമിനും അമുസ്ലിമിനും, ഈശ്വരവാദിക്കും നിരീശ്വരവാദിക്കും നൽകുന്നവൻ, ചോദിക്കാതെ തന്നെ നൽകുന്നവൻ, ഇടയാളന്മാരില്ലാതെ നൽകുന്നവൻ. ഇതൊക്കെ പണ്ഡിതന്മാർ അതിന് പറഞ്ഞ അർത്ഥമാണ്. ഏറെ നൽകുന്നവൻ, നൽകിയവരെ നൽകിയതിന് ശേഷം പ്രശംസിക്കുന്നവൻ, വാഴ്ത്തുന്നവൻ. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ ആ അള്ളാഹുവിൽ എന്തിനാണ് നിരാശപ്പെടുന്നത്? അവൻ്റെ വിഷയത്തിൽ എന്തിനാണ് ഇച്ഛാഭംഗപ്പെടുന്നത്? ഇത് നമ്മൾ അതുകൊണ്ടാണ് നബിമാർ പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പടച്ചവൻ്റെ റഹ്മത്തിൽ നിങ്ങൾ കാരുണ്യപ്പെടല്ലേ. ലാ തൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ എന്ന് നബിമാർ എന്തിനാ വസിയത്ത് ചെയ്തത്, എന്തിനാ ഉപദേശിച്ചത്? അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം അറിഞ്ഞു മനസ്സിലാക്കി എന്നുള്ളത് കാരണത്താലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കരീമാണ്. ആ അൽ കരീം എന്നുള്ള നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിലും വന്നിട്ടുണ്ട്. ഒരു തിരുമൊഴി നമുക്ക് ഇപ്രകാരം വായിക്കാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ്. അതിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറഞ്ഞതായിട്ട് പറയണം. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അല ഉഅല്ലിമുക കലിമാത്തിൻ ഇദാ ഖുൽതഹുന്ന ഗഫറല്ലാഹു ലക് വഇൻ കുൻത മഗ്ഫൂറൻ ലക്. അലി, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വചനങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വഇൻ കുൻത മഗ്ഫൂറൻ ലക്, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ വൻ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെറുപാപങ്ങൾ ഉണ്ടാവുമല്ലോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്ന ചില വചനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് അലിയാരോട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുൽ, അലിയാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം. ഇതാണ് ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലിയുൽ അദീം, അത്യുന്നതനും മഹാനുമായ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹലീമുൽ കരീം, അൽ കരീമായ അൽ ഹലീമായ അള്ളാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, അദീമായ അർഷിൻ്റെ റബ്ബായ അള്ളാഹു, അവനല്ലാതെ ഇലാഹില്ല. കണ്ട, ഈ 3 തശഹുദിൻ്റെ വചനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ പഠിപ്പിച്ചത്. എന്തിന്? പാപം പുറത്ത് കിട്ടാനുള്ള ദുആയായിട്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറയാണ്, വഇൻ കുൻത മഗ്ഫൂറൻ ലക്, നിങ്ങൾക്ക് പാപം പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്ഫൂറൻ ലക്കൽ കബായിർ, വൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെറുപാപങ്ങൾ ഉണ്ടാവുമല്ലോ,
ആ പാപങ്ങൾ കൂടി പൊറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കോളിയും എന്നാ പറഞ്ഞത്. എന്താ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം. ഈ ദുആയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ തിരുമൊഴിയിൽ അൽ കരീം എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വന്നത് കാരണത്താലാണ് ഇവിടെ അത് നമ്മൾ ഉണർത്തിയത്. മറ്റൊരു തിരുമൊഴിയിൽ കാണാം, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സൽമാൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാണ്. അതിൽ ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീം യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. എന്താ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നിവേദനം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല, നിങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല ഹയ്യുൻ കരീമുൻ, അല്ലാഹു ഹയ്യാണ്, കരീമാണ്. അള്ളാഹു ലജ്ജിക്കുന്നവനും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹു ലജ്ജിക്കുന്നവനും കരീമുമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്താ കരീം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആശയം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത്. വിശാലമായ ഔദാര്യമുള്ളവൻ, എണ്ണമറ്റ ഗുണഗണങ്ങളുള്ളവൻ, അതിമഹനീയൻ, ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും നൽകുന്നവൻ, വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നൽകുന്നവൻ, ഒരു വസീല ആവശ്യമില്ലാതെ നൽകുന്നവൻ, നൽകിയവരെ പ്രശംസിച്ച് പുകഴ്ത്തു പറയുന്നവൻ. ഇതൊക്കെ കരീമിൻ്റെ അർത്ഥമാണ്. അങ്ങനെയുള്ള കരീമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകത പറയാണ്, യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ. ഒരു ദാസൻ അവൻ്റെ ഇരു കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തി, ആ ഉയർത്തപ്പെട്ട കരങ്ങളെ ശൂന്യമാക്കി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. ശൂന്യമാക്കി മടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇരു കരങ്ങൾ ഉയർത്തിയിട്ട്, ആ കൈകൾ ഉയർത്തിയിട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ വെറുതെ മടക്കുക, അതാണ് ശൂന്യമാക്കിയിട്ട് മടക്കുക. അതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ അല്ലാഹുമ്മ റഹംനി എന്ന് ഇരു കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ, ആ ചോദിച്ച റഹ്മത്ത് ഈ കയ്യിൽ വെക്കാതെ നൽകാതെ അതിനെ ശൂന്യമാക്കി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു. അങ്ങനെയുള്ള ഹയ്യുൻ കരീമുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് നബിയുന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അവിടെ കരീം എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ്. അൽ കരീം എന്ന അള്ളാഹുവിൻ്റെ വജ്ഹിൻ്റെ സിഫത്തായിട്ട്, മുഖത്തിൻ്റെ വിശേഷണമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹ്, തിരുമുഖം, അള്ളാഹുവിൻ്റെ പരിപൂർണതക്കും മഹത്വത്തിനും അനുയോജ്യമായ അള്ളാഹുവിൻ്റെ തിരുമുഖം, അതിന് പ്രത്യേകതകളുണ്ട്, അതിന് ഗുണങ്ങളുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിന് മേന്മകളുണ്ട്. അതുകൊണ്ടാണ് അൽ കരീം എന്ന അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ വിശേഷണം പറയപ്പെട്ടത്. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നടത്തുന്ന ദുആ ഉണ്ട്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യൂലേ? നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു ദുആ ചെയ്യും. എന്താ? ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വലത് കാല് വെക്കും പള്ളിയിലേക്ക്, എന്നിട്ട് ബിസ്മില്ല ചൊല്ലി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും നിർവഹിച്ച് നമ്മൾ ദുആ ചെയ്യും. എന്താ ദുആ? അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. റബ്ബേ, അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നിടണമേ. അള്ളാഹിനോട് കാരുണ്യം തേടിയിട്ട് നമ്മൾ വരിക. എന്നാൽ മറ്റൊരു ദുആയിൽ, അതാണ് നമ്മളുടെ വിഷയം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. അങ്ങനെ ഒരു ദുആയുണ്ട്. അങ്ങനെയും ഒരു ദുആയുണ്ട്. അതും പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലാനുള്ളതാണ്. അഊദു ബില്ലാഹിൽ അദീം, അദീമായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. വബിവജ്ഹിഹിൽ കരീം, അൽ കരീമായ അള്ളാഹുവിൻ്റെ മുഖത്തിൽ ഞാൻ അഭയം തേടുന്നു, അല്ലെങ്കിൽ മുഖം കൊണ്ട് ഞാൻ അഭയം തേടുന്നു. വസുൽത്താനിഹിൽ ഖദീം, അള്ളാഹുവിൻ്റെ ഖദീമായ അവൻ്റെ ആധിപത്യം, അതിൽ ഞാൻ അഭയം തേടുന്നു. ആരിൽ നിന്ന്? മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ട ഷൈത്താനിൽ നിന്ന്.
ഇത് പറഞ്ഞ് പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഷെയ്ത്താൻ പറയുമെന്നാണ്. ഹുഫിള മിന്നി സായിറൽ യൗം. ഈ ദുആ ചൊല്ലിയിട്ട് പള്ളിയിൽ പ്രവേശിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഷെയ്ത്താൻ പറയും, എന്നെ തൊട്ട് ആ മനുഷ്യൻ ഇന്നേ ദിനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ആ മനുഷ്യനെ ഇടങ്ങേറിലാക്കാൻ, വസ്വാസിലാക്കാൻ, ദുരിതത്തിലാക്കാൻ ഷെയ്ത്താന് പറ്റൂല. ഇന്നേ ദിനം എന്നിൽ നിന്ന് സുരക്ഷിതത്വം നൽകപ്പെട്ട മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്ന് ഷെയ്ത്താൻ പറയുമെന്നാണ്. എപ്പോൾ നമ്മൾ ഈ ദുആ ചൊല്ലിയിട്ട് അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം എന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ അൽ കരീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്. അപ്പം അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ തിരുമുഖം, അള്ളാഹുവിൻ്റെ പരിപൂർണതക്ക് അനുയോജ്യമായ ഒരു തിരുമുഖം അള്ളാഹ്ക്കുണ്ട്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും. ആ തിരുമുഖത്തിൻ്റെ മേന്മ എന്താ, വർണ്ണന എന്താ? അത് അതിമഹനീയാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത എന്താ? സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനാണ്. തിരുമുഖ ദർശനാണ്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ത്യനാളിൽ ചില മുഖങ്ങൾ നോക്കും, നാദിറത്തായിരിക്കും. നാദിറ എന്ന് പറഞ്ഞാൽ പ്രസന്നവദനങ്ങളായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളായിരിക്കും. അലൽ അറായിക്കി യംബറൂൻ, സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടന്ന് നോക്കും എന്നാണ്. എവിടേക്കാ നോക്കുക? അള്ളാഹുവിലേക്ക് നോക്കും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, സുകൃതം പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട്, സിയാദത്തും ഉണ്ട് എന്നാണ്. സിയാദ് എന്ന് പറഞ്ഞാൽ ഏറെ, കൂടുതലുണ്ട്. എന്താ കൂടുതൽ? അന്നദുറു ഇലാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനം എന്ന് പറഞ്ഞാൽ സ്വർഗവും ഉണ്ട് വിശ്വാസികൾക്ക്, സുകൃതം പ്രവർത്തിച്ചവർക്ക് ഏറെയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറാണ്, വിവരണമാണ്, സുന്നത്തിൽ വന്ന വിവരണമാണ്. അപ്പം അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനം എവിടെ ഉണ്ട്? അന്ത്യനാളുണ്ട്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, നിങ്ങൾക്കിനി ഏറെ എന്തെങ്കിലും വേണോ? ഞാൻ വർദ്ധിപ്പിച്ച് തരട്ടെ? അപ്പോൾ സ്വർഗവാസികൾ പറയും, അള്ളാഹുവേ, ഈ സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചു, സ്വർഗത്തിൻ്റെ വിശാലതയിൽ ഞങ്ങൾ യഥേഷ്ടം ജീവിക്കുകയാണ്, ഞങ്ങൾ സ്വർഗീയ വിഹായുസിൽ, വിശാലതയിൽ സഞ്ചരിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് എന്താണ് ഏറെ? അപ്പോഴാണ് ഹദീസിൽ കാണാം, അള്ളാഹു ഇതൊക്കെ ഒരു മറക്ക് പിന്നിൽ നിന്നിട്ടാണ് സ്വർഗവാസികളോട് സംസാരിക്കുന്നത്. അള്ളാഹു ഹിജാബിനെ കശ്ഫ് ചെയ്യും, മറയെ നീക്കും. മറ പ്രകാശമാണ്. ആ മറ നീക്കിയാൽ സ്വർഗവാസികൾ അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കും. ഹദീസിൽ കാണാം, അതുവരെ സ്വർഗത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിനേക്കാൾ ഏറ്റവും മഹത്തായ അനുഗ്രഹമായിരിക്കും ആ അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് കരീമാണ്. അൽ കരീമായ വജ്ഹാകുന്നു അള്ളാഹുവിൻ്റെ വജ്ഹ്, മുഖം. അത് മേന്മകൾ, വർണ്ണനകൾ പൂർണ്ണമായ വജ്ഹാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അൽ കരീം എന്ന് പറയുമ്പോൾ ആ കരീമിൻ്റെ ആശയങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ തേട്ടങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വിധികളായി, തേട്ടങ്ങളായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അള്ളാഹു കരീമാണ്. അള്ളാഹു കരീമായ പ്രതിഫലാണ് ആഖിറത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിൽ വ അജ്രിൻ കരീം, വ അജ്രിൻ കരീം എന്നൊക്കെ ഓതണില്ലേ? കരീമായ അള്ളാഹു കരീമായ പ്രതിഫലം ഒരുക്കിയതായിരിക്കാം. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്ർ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. ഏത് സൂറത്തിലാ? സൂറത്ത് യാസീൻ. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്ർ വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഉത്ബോധനങ്ങളെ പിൻപറ്റുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് പ്രവാചകരെ നിങ്ങൾക്ക് സാധിക്കുക. വ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഗൈബിൽ അള്ളാഹുവിനെ, റഹ്മാനായ അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് നിങ്ങൾ കഴിയുക. ഗൈബിൽ റഹ്മാനായ അള്ളാഹുവിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
ഗൈബിൽ ഭയക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയോ കഫീലോ ഒക്കെ ഉണ്ട് എങ്കിൽ എങ്ങനെ ആയിരിക്കും ജോലി? ഉഷാറായിരിക്കും അല്ലേ? കൃത്യമായിട്ട് വന്ന് കാർഡ് പഞ്ച് ചെയ്യും, കൃത്യമായിട്ട് തന്നെ പോകുമ്പോൾ കാർഡ് പഞ്ച് ചെയ്യൽ, വേറൊരാളെ ഏൽപ്പിക്കൂല, അതേപോലെ തന്നെ ഒക്കെ കൃത്യമായിരിക്കും, മിന്നൊന്നും ഉണ്ടാവില്ല. അതേസമയം അത്ര തന്നെ ശുഷ്കാന്തിയും താല്പര്യം അയാളവിടെ സ്ഥലത്തില്ലെങ്കിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ? ഇത് പടപ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ഭയക്കണത് എങ്ങനെയാണ്? അള്ളാഹിനെ ഭയക്കണത്, നമ്മൾ അള്ളാഹിനെ കാണുന്നില്ല, അള്ളാഹു നമ്മളിൽ നിന്ന് ഗൈബിലാണ്, പക്ഷെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അള്ളാഹിനെ ഭയക്കണത്. ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ നിസ്കാരം കൃത്യമാകണം. ഞാൻ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ നല്ലതായിരിക്കണം, ഞാൻ തെറ്റ് ചെയ്യരുത്, കുറ്റങ്ങൾ പ്രവർത്തിക്കരുത്, ഞാൻ ഒരു നിഷിദ്ധം നോക്കുന്നുവെങ്കിൽ, ഒരു നിഷിദ്ധം കേൾക്കുന്നുവെങ്കിൽ, ഒരു നിഷിദ്ധം ചെയ്യുന്നുവെങ്കിൽ എന്നെ അള്ളാഹു കാണുന്നുണ്ട്, എന്നെ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു എന്നെ കേൾക്കുന്നുണ്ട് എന്ന ബോധത്താൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടാകില്ല. ഇതാണ് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അവർക്കാണ് ഫബശ്ശിറുഹു, അവർക്ക് സുവിശേഷം അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ, അള്ളാഹുവിൽ നിന്ന് പാപമോചനമുണ്ട്, വഅജ്രിൻ കരീം, കരീമായ പ്രതിഫലമുണ്ട്. അപ്പം ആ കരീമായ പ്രതിഫലത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഗംഭീരമായിരിക്കും, മഹനീയമായിരിക്കും. അപ്പം അൽ കരീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല കരീമായ പ്രതിഫലം ഒരുക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ സൂറത്ത് ഹദീദിൽ മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹ്ക്ക് നമ്മളൊന്നും കാശിൻ്റെ ആവശ്യമല്ല. അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദാനധർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. നല്ല നിലക്ക് അവർ ദാനധർമ്മം നിർവഹിക്കുന്നവർക്ക് ഫയുദാഇഫഹു ലഹു, അള്ളാഹു ഇരട്ടിയായിട്ടാണ് ആ ദാനത്തെ മാറ്റിയ. മാത്രമല്ല വലഹു അജ്റുൻ കരീം, കരീമായ കൂലി അവനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ പറഞ്ഞു. ഇതേപോലെ വേറെയും ആയത്തുകളിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അജ്റുൻ കരീമിനെ കുറിച്ച്. അതേപോലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു റിസ്ഖുൻ കരീം, സ്വർഗവാസികൾക്ക് എന്നിട്ട് കരീമായ റിസ്ക് ഉണ്ട്, ഉപജീവനുണ്ട്. എന്താ ആ ഉപജീവനത്തിൻ്റെ പ്രത്യേകത? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കിയ ഉപജീവനത്തെ സംബന്ധിച്ചിടത്തോളം അതിനാൽ വിഷമല്ല, ബുദ്ധിമുട്ടില്ല. അത് ഇച്ഛിക്കുന്നത് എന്താണോ അതാണ്, ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ്. അത് തേടിപ്പോണ്ട കാര്യമല്ല, ആഗ്രഹിച്ചാൽ മതി, ഉദ്ദേശിച്ചാൽ മതി. സ്വർഗത്തിൽ നിന്നുള്ള കൗസറിൽ നിന്ന് ഒരു ഭാഗമാണ് മഹ്ശറിലേക്ക് ഒഴുകുന്ന ഹൗദ്, സ്വർഗത്തിലെ കൗസർ. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ ആദരവാണ് കൗസർ. ആ കൗസറിൽ നിന്നൊരു ഭാഗമാണ് മഹ്ശറിലേക്കുള്ള ഹൗദ്. ആ ഹൗദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ റസൂലുള്ളാഹി അതിൽ നിന്ന് കോരി നൽകും. എന്താ പറഞ്ഞത്? അതിൽ നിന്ന് കുടിച്ചവർ അവർക്ക് പിന്നീട് ദാഹമല്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് പിന്നെ ദാഹമല്ല എന്നാണ്. അപ്പോൾ സ്വർഗീയ റിസ്കിൻ്റെ പ്രത്യേകത എന്താ? അതിന് കരീം എന്നുള്ള വസ്ഫാണ്, വർണ്ണനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മേന്മയേറിയ, ഗുണങ്ങളേറിയ, ഫലങ്ങൾ നിറഞ്ഞ അതിഗംഭീരമായിട്ടുള്ള ഉപജീവനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ റിസ്ഖുൻ കരീം. അള്ളാഹു കരീമാണ്, അവൻ കരീമായ റിസ്കിനെ ഒരുക്കിയിരിക്കുന്നു എന്ന സുവിശേഷമാണ് ഉണർത്തിയിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരീം എന്നുള്ള പേര് പറയുമ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് ചില വിഷയങ്ങൾ, ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അതാകും കരീമു ഖൗമിൻ ഫഅക്രിമുഹു. ഒരു ജനവിഭാഗത്തിൻ്റെ കരീം നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറഞ്ഞു.
ഒരു ജനവിഭാഗത്തിൽ കരീം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൽ മേന്മകൾ ഉള്ള, സ്ഥാനമാനങ്ങളുള്ള വ്യക്തിത്വം എന്നാണ്. അയാളെ നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രായോഗിക രൂപം റസൂലുള്ളാഹി കാണിച്ചെന്ന്. ആര് വന്നപ്പോൾ? ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി വന്നപ്പോൾ. ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ മുഖ്യനാണ്, പ്രമാണിയാണ്. ആ ഗോത്രക്കാരൊക്കെ ആദരിക്കുന്ന അവരുടെ കഥാപാത്രമാണ് ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി. ഇതേ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിച്ചത്? അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സ്വീകരിച്ച് തിരുനബിയുടെ റിദാ ഉണ്ടല്ലോ, ശിരോവസ്ത്രം, അത് വിരിച്ചിട്ട് അതിലിരുത്തി സ്വീകരിച്ച്. മാത്രമല്ല തിരുസവിധത്തിലേക്ക് ഏത് സമയവും പ്രവേശനം പറയപ്പെട്ട വ്യക്തിയായിരുന്നു ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി. അദ്ദേഹം തന്നെ പറഞ്ഞ് കാണാൻ സാധിക്കും, ഞാൻ എപ്പോഴൊക്കെ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ റസൂലുള്ളാഹി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഏതൊരു സന്ദർഭത്തിലും ജരീർ വന്നിട്ടുണ്ടെങ്കിൽ പുഞ്ചിരിയിൽ സ്വീകരിക്കുമായിരുന്നു എന്നാണ്. ആര് പറയുന്നത്? ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അതാക്കും കരീമു ഖൗമിൻ ഫാക്രീമു, ഒരു ജനവിഭാഗത്തിലെ കരീമായ വ്യക്തി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വായിൽ ഇബ്നു ഹുജറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബുലൂഗുൽ മറാമിൻ്റെ ബുധനാഴ്ച രാത്രിയിലെ ക്ലാസ്സിൽ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹദ്റമിയാണ്, അദ്ദേഹം ഭരണാധികാരിയുടെ മകനാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പ്രത്യേകം ആദരിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്ത് അദ്ദേഹത്തിനൊരു സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. എന്നിട്ട് ആ സ്ഥലം നൽകിയിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുആവിയ റളിയല്ലാഹു തആല എന്നെ കൂടെ പറഞ്ഞയച്ച്. മുആവിയ റളിയല്ലാഹു അൻഹു കൂടെ പറഞ്ഞയച്ച് എന്തിന്? ഇദ്ദേഹത്തിന് റസൂലുള്ളാഹി ആദരിച്ച് നൽകിയതായ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ചരിത്രം നമ്മൾ കേട്ടതാണ്. പല പുതുമുഖങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിനെ പൂർത്തീകരിക്കാം. മുആവിയ റളിയല്ലാഹു തആല എന്ത് ചെയ്ത്? ഈ വായിൽ ഇബ്നു ഹുജറിനോടൊപ്പം പോയി. വായിൽ ഇബ്നു ഹുജർ ഒട്ടകപ്പുറത്താണ് റളിയല്ലാഹു തആല. മുആവിയ നടന്നാ പോണത് എന്തിന്? സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലുമ ചെരുപ്പില്ല. അപ്പം മുആവിയ റളിയല്ലാഹു തആല പറയാണ്, വായിൽ നിങ്ങളുടെ പിന്നിൽ ഒട്ടകപ്പുറത്ത് സ്ഥലം ഉണ്ടല്ലോ, അപ്പം എന്നെ നിങ്ങൾ ഒട്ടകപ്പുറത്ത് വഹിക്കണം എന്ന് പറഞ്ഞ് ബാക്കിലിരിക്കാറുണ്ട്. അപ്പം വായിൽ പറഞ്ഞ്, രാജാക്കന്മാരുടെ മക്കളുടെ പിന്നാലെ ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയിലാണ്. വായിൽ ഇബ്നു ഹുജർ അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ മകനാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ദീനിൻ്റെ മുഴുവൻ അദബുകളും ചിട്ടകളൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കുറേ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവും. അതുകൊണ്ടാണ് പറയണത് നിങ്ങൾക്കത് പറ്റൂല, ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല പറഞ്ഞു, ഇരിക്കാൻ എന്നാ സമ്മതിക്കണില്ല എങ്കിൽ ഞാൻ നഗ്നപാതനായിട്ടാണ് നടക്കുന്നത്, നിങ്ങളുടെ പാദരക്ഷ തരൂ, ഞാൻ നടക്കുമ്പോൾ എനിക്ക് കാലിലണിയാൻ. അവ പറഞ്ഞ് പാദരക്ഷയും തരൂല, വേണമെങ്കിൽ ഒട്ടകത്തിൻ്റെ നിഴലുണ്ട്, തണൽ, ആ തണലിൽ കാല് കുത്തിയിട്ട് നടക്കാൻ പറഞ്ഞു. ആരോട്? മുആവിയ റളിയല്ലാഹു അൻഹുവിനോട്. ആര്? വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞയാണ്, കൽപ്പനയാണ്. മുആവിയ റളിയല്ലാഹു തആല നടന്നു പോയി, നഗ്നപാതനാണ്, ആ സ്ഥലം കാണിച്ചു കൊടുത്ത് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിനുള്ള. മനസ്സിലായില്ലേ? അതാണ് ചരിത്രം. പിന്നെ ചരിത്രം അതിൻ്റെ കഥയുവതി. കാലഘട്ടം മുന്നോട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി, പിന്നെ ഉമർ ഖലീഫയായി, പിന്നീട് ഉസ്മാൻ ഖലീഫയായി, പിന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഹസൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ 6 മാസം ഭരണം നടത്തി. പിന്നത്തെ ഖലീഫ ആരാ? മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി നിങ്ങൾ, മുആവിയ ഖലീഫയായി. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ, അതേപോലെ കൂഫയിൽ, അവിടെയൊക്കെയുള്ള മുആവിയ റളിയല്ലാഹു അൻഹു സിറിയയിൽ, പിന്നീട് കൂഫ കിട്ടി. അപ്പോൾ കൂഫയിലായിരുന്നു വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു കൂഫ സന്ദർശിച്ചപ്പോൾ ഈ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു മുആവിയൻ്റെ അടുത്ത് വന്ന് ഒരാവശ്യത്തിന് വന്ന്. ആവശ്യത്തിന് വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? അന്നത്തെ രാജാവ്, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവ് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആര് വന്ന്? വായിൽ ഇബ്നു ഹുജർ വന്ന്. അങ്ങനെ മുആവിയ എന്ത് ചെയ്ത്? മുആവിയ റളിയല്ലാഹു അൻഹു താനിരിക്കുന്നതിൻ്റെ ലംബമായിട്ട് നേരെ അടുത്ത് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട് അന്നത്തെ സംഭവം പറഞ്ഞു കൊടുത്ത്. എന്നത്തെ സംഭവം? പണ്ട് സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചല്ലോ.
ഒട്ടകപ്പുറത്ത് ഇരുത്തിയതുമില്ല, ചെരുപ്പ് പോലും കൊടുത്തില്ല. അത് പറഞ്ഞ് ആരോട്? വായിൽ ഇബ്നു ഹുജറിനോട്. വായിൽ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മനസ്സ് പറയാണ്, അന്ന് ഞാൻ മുആവിയനെ എൻ്റെ ഒട്ടകത്തിൻ്റെ പിന്നിലിരുത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു പോയി എന്നാണ്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം, ഒരു ചരിത്രം ഞാൻ കേൾപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കരീമായ വ്യക്തി വന്നിട്ടുണ്ട് എങ്കിൽ, ഒരു വിഭാഗത്തിൻ്റെ ആദരണീയനായ ഒരു കഥാപാത്രം, വ്യക്തിത്വം നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം. തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഒരു തളപ്പ് എന്നുള്ള രീതിയല്ല അത്തരം വിഷയങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇവിടെ ആ ഒരു ചരിത്രം, അതിൻ്റെ പാഠങ്ങൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ കരീം ഉണ്ട്, അതും ഇവിടെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കരീമാണ്. പക്ഷേ അള്ളാഹു കരീം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാണ്. അതിൻ്റെ എല്ലാ തേട്ടങ്ങളുടെയും അതേപോലെ തന്നെ അതിൻ്റെ പരിപൂർണാർത്ഥത്തിലുള്ള കരീമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യരെക്കുറിച്ച് കരീം എന്ന് പറയുമ്പോൾ മനുഷ്യർ എന്നുള്ള പോരായ്മകളും കുറവുകളും ഉള്ളതോടൊപ്പമാണ് ആ കരീം എന്നുള്ളതായ പേര് പ്രയോഗം അവർക്ക്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ വരെ അൽ കരീം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ പലവിധ അനുഗ്രഹങ്ങളും മേന്മകളുമുള്ള വ്യക്തിത്വമായിരുന്നു ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹം അൽ കരീം ഇബ്നുൽ കരീം എന്ന് പറയപ്പെട്ടത്. പക്ഷേ നബി ആണെങ്കിലും അള്ളാഹുവിൻ്റെ ദറജയിലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിനുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള അൽ കരീം അല്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഔദാര്യങ്ങളേറെ നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കരീമാണ്. അവൻ്റെ കറാമത്ത് അവൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ലക്ഷണം തെളിയണം, കാണണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്ന അബുൽ അഹ്വസിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ ജീർണിച്ച വസ്ത്രത്തിൽ കണ്ടു, ശോഷിച്ച ജീർണിച്ച വസ്ത്രത്തിൽ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചു, അലക മാലു, നിങ്ങൾക്ക് സ്വത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഖാലന, സ്വത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മിൻ അയ്യിൽ മാൽ, എന്ത് സ്വത്താണുള്ളത് എന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ഖദ് ആതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ഗനമി വൽ ഖൈലി വർ റഖീഖി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒട്ടകങ്ങളെ നൽകിയിട്ടുണ്ട്, കുതിരകളെ നൽകിയിട്ടുണ്ട്, ആടുകളെ നൽകിയിട്ടുണ്ട്, അതേപോലെ അടിമകളുണ്ട്. ആ മൂപ്പര് ചില്ലറക്കാരനല്ല, കുറേ ഉണ്ട്. അള്ളാഹു കുറേ നൽകിയിട്ടുണ്ട്. പക്ഷേ ഉടുമ്പുണ്ട് കണ്ടാലോ, നമ്മളെ മലപ്പുറത്ത് പറയും വജ്ജിരിയാത്തവൻ എന്നാ പറയാം അല്ലേ, അങ്ങനത്തെ വേഷമാണുള്ളത്. ജീർണിച്ച സൂക്ഷിച്ചൊരു വസ്ത്രത്തിലാണ് മൂപ്പരുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദാ ആതാകല്ലാഹു മാലൻ ഫൽയുറ അസറു നിഅമത്തില്ലാഹി അലൈക വ കറാമതിഹി, അള്ളാഹു സ്വത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ കറാമത്തിൻ്റെയും അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെയും അടയാളം അത് നിന്നിൽ തെളിയണം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചവൻ സ്വത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അടിച്ചുപൊളി ലാവിഷ് അത് വേണ്ട, അത് പാടില്ല. ഇസ്രാഫ് പാടില്ല. തബ്ദീർ, ഇന്നൽ മുബദ്ദിരീൻ കാനു ഇഖ്വാന ശയാത്തീൻ, ലാവിഷായി പറ്റെ ദൂർത്ത്, അതൊക്കെ എന്താണ്? പാടില്ല. അതേസമയം പറ്റ ഈങ്ങി നാറിക്കൊണ്ടാകാനും പാടുള്ളതല്ല. പിന്നെ അള്ളാഹു നൽകിയ കറാമത്ത്, അള്ളാഹു നൽകിയ നിഅമത്ത്, അതിൻ്റെ ലക്ഷണം അടയാളം നിന്നിൽ തെളിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹു കരീമാണ്. അവൻ്റെ കറാമത്ത് നമ്മളിൽ കടാക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അത് സ്വത്തായി സമ്പത്തായി നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മളിൽ തെളിയണം എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതേപോലെ അള്ളാഹുവിൻ്റെ കരീം എന്നുള്ള നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹു പ്രതിഫലമൊന്നും പകരൊന്നും പറ്റാതെ പ്രതിഫലം കാക്ഷിക്കാതെ നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് കരീം എന്ന നാമത്തിൻ്റെ തേട്ടാണ്. അള്ളാഹു നമ്മളെ തൊട്ട് അത് ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. നമ്മൾ ഔദാര്യം ചെയ്യണം, നമ്മൾ ദാനധർമ്മങ്ങൾ നൽകണം, പകരം ഒന്നും പറ്റാതെ കാക്ഷിക്കാതെ. അതല്ലേ അബ്റാറുകളുടെ വിഷയത്തിൽ പറഞ്ഞത്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. എന്താ? ഇന്നൽ അബ്റാർ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. അബ്റാറുകൾ, പുണ്യാളന്മാർ, കാഫൂർ എന്ന് പേരുള്ള അരുവിയിൽ നിന്ന് കുടിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അബ്റാറുകൾ സ്വർഗീയാനുഗ്രഹങ്ങളെ അനന്തരമാക്കിയത്? അതിനെക്കുറിച്ച് പറയാണ്.
അവരെന്ത് ചെയ്യുമായിരുന്നു എന്നാണ്, ദാനധർമ്മം നിർവഹിക്കുമായിരുന്നു, ചെലവഴിക്കുമായിരുന്നു. ചെലവഴിക്കുമ്പോൾ പകരൊന്നും കാക്ഷിക്കൂല. അതാണ് ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ല. അഗതികൾക്ക്, അനാഥകൾക്ക്, ബന്ദികൾക്ക് അവർ തിന്നാൻ കൊടുക്കുമ്പോൾ പറയൽ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തിന്നാൻ തരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കോ ഒരു കൂലിയോ പ്രതിഫലമോ നാം ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അവർ ചെലവഴിക്കുമ്പോൾ അവരുടെ പ്രത്യേകത എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ പ്രീതി, അല്ലെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു വജ്ഹ് കാണിക്കുമല്ലോ, ആ വജ്ഹ് കാണാൻ വേണ്ടിയിട്ട് അതിനാണ് ഞങ്ങൾ തിന്നാൻ തരുന്നത്. നിങ്ങളുടെ നന്ദി വാക്ക് വേണ്ട, നിങ്ങളുടെ പ്രതിഫലം വേണ്ട എന്നുള്ളതാണ്. അപ്പം അള്ളാഹു കരീമായി നൽകുന്ന, കരീമായ അള്ളാഹു പ്രതിഫലമോ പകരമോ കാക്ഷിക്കാതെ നൽകുന്നവനാണ്. അപ്പം അങ്ങനെ പകരമോ പ്രതിഫലമോ കാക്ഷിക്കാതെ ഔദാര്യം നൽകുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. അത് അള്ളാഹു നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു എന്ന് ഈ നാമത്തിൻ്റെ തേട്ടമായി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ ചരിത്രത്തിലുള്ളത്? സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, മാസു ഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇസ്ലാമി ഷൈഅൻ ഇല്ലാ അഅതാഹ്. ഇസ്ലാമിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചോദിച്ചാലും റസൂലുള്ളാഹി നൽകാറുണ്ട്, എന്ത് ചോദിച്ചാലും നൽകും. അങ്ങനെ ഹദീസിൽ കാണാം, ഫജാഅഹു റജുലുൻ, ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, ഫഅഅതാഹു ഗനമൻ ബൈന ജബലൈൻ, രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഒരു ആട്ടിൻപറ്റുണ്ടായിരുന്നു. ആ ആട്ടിൻപറ്റം അതെന്ത് ചെയ്ത് റസൂലുള്ളാഹി വന്ന ആഗതന് കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അങ്ങനെ ഈ വ്യക്തിക്ക് ഇത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, മൂപ്പര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ മേഞ്ഞിട്ടുള്ള വലിയൊരു ആട്ടിൻപറ്റാണ്, അത് മുഴുവൻ ഒരു വ്യക്തിക്കാണ് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ വ്യക്തി സ്വത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് മടങ്ങി ചെന്നിട്ട് അവരോട് പറയാണ്, യാ ഖൗം അസ്ലിമു, ജനങ്ങളെ ഇസ്ലാം സ്വീകരിച്ചോളി, ഫഇന്ന മുഹമ്മദൻ യുഅതി അതാൻ ലാ യുഖ്ശൽ ഫാഖ. മുഹമ്മദ് നൽകുന്ന ഔദാര്യം സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ, ആ ഔദാര്യത്തോടൊപ്പം പിന്നെ ഒരിക്കലും പട്ടിണി, വറുതി, ദാരിദ്ര്യം ഭയക്കേണ്ടതില്ലാത്ത വിധമുള്ള ഔദാര്യ മുഹമ്മദ് നൽകുന്നത്. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചോളിയും എന്ന് ചിലപ്പം ഗ്രാമീണ അറബികളായിരിക്കും, മനസ്സിലല്ലേ, അത് ചെന്നിട്ട് എന്ത് ചെയ്ത് അവരെ നാട്ടിൽ പോയിട്ട് ചെന്ന് പറഞ്ഞു എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കയ്യയവിനെയും അതേപോലെ തന്നെ ഔദാര്യത്തെയാണ് അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരീമായിരുന്നു, ഏറെ ഔദാര്യവാനായിരുന്നു എന്നതിൻ്റെ ഉദാഹരണം ചരിത്രത്തിൽ അതിൽ ധാരാളം വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലത് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം നൽകിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഔദാര്യത്തിൽ വിചാരണ ഉണ്ട്. ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ട്. എന്താ? അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, യൽഖൽ അബ്ദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസൻ അന്ത്യനാളിൽ കണ്ടുമുട്ടും. ഫയഖൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസനോട് ചോദിക്കും, ഐ ഫുലു, ഐ ഫുലാൻ, അലം ഉക്രിമക് വ ഉസവ്വിദക് വ ഉസവ്വിജക് വ ഉസഖിർ ലക്കൽ ഖൈല വൽ ഇബിൽ. വിചാരണയുടെ വേദിയിൽ പറയും, നിനക്ക് ഞാൻ അലം ഉക്രിമക്, നിന്നെ ഞാൻ ആദരിച്ചിട്ടില്ലേ? അള്ളാഹു കരീമാണ്, അവൻ ഉക്രിമക്, നിന്നെ ഞാൻ ആദരിച്ചിട്ടില്ലേ? അതേപോലെ നിനക്ക് നേതൃത്വം നൽകിയിട്ടില്ലേ? നിനക്ക് ഞാൻ വിവാഹം കഴിക്കാൻ അവസരം നൽകിയിട്ടില്ലേ? അതേപോലെ കുതിരകളെയും ഒട്ടകങ്ങളെയൊക്കെ നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നിട്ടില്ലേ? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോൾ ദാസൻ എന്താ പറയുക? ബല, ഒക്കെ തന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അള്ളാഹു ചോദിക്കും, അഫബനൻത അന്നക മുലാഖിയ, ഈ എൻ്റെ നിന്നുള്ള ആദരവ്, നേതൃത്വം, അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റി, ഒട്ടകങ്ങളെയും കുതിരകളെയൊക്കെ തന്നു, ഇതൊക്കെ കിട്ടിയപ്പോൾ എന്നെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഒരു വിശ്വാസം നിനക്കുണ്ടായിരുന്നോ? എന്ന് പറഞ്ഞാൽ മരണപ്പിറ്റേന്ന് പടച്ചവനെ കണ്ടുമുട്ടേണ്ടി വരും, വിചാരണയുണ്ട്, ഒരു പരലോകബോധം, അത് നിനക്കുണ്ടായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഫയഖൂലു ല,
അപ്പം ആ മനുഷ്യൻ പറയും, അള്ളാഹു അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് പറ്റി, നിൻ്റെ ആദരവുകൾ നേടി സ്വീകരിച്ചു, ആടുമാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ തന്നതൊക്കെ ഉപയോഗപ്പെടുത്തി, പക്ഷേ പരലോക വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ്, ഫഇന്നി അൻസാക് കമാ നസീതനി, ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ വിസ്മരിച്ച് ജീവിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ ഒഴിവാക്കുകയാണ്, വിഗണിക്കുകയാണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒഴിവാക്കും, അള്ളാഹു അവനെ അകറ്റും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ അള്ളാഹു കരീമാണ്. ആ കരീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കറമുകൾ നമ്മളിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. ആ കറമുകൾ സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ നമുക്ക് നാളെ ഉണ്ടാകും എന്നുള്ള ഒരു ബോധം ഈ നാമം നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമുക്കുണ്ടാകണം എന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമവും അതിൻ്റെ അർത്ഥങ്ങളും തേട്ടങ്ങളും വിധികളുമാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവും അതിൻ്റെ പ്രത്യേകതകളും വിഷയങ്ങളും നമ്മൾ തുടർത്തി ഇവിടെ സംസാരിക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.